മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം തിരുവചനം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ദൈവജനമേ, വചനമാണ് ഈ പാറ. ദൈവത്തിൻ്റെ വചനമാണത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും ജോലിസ്ഥലത്തുമൊക്കെ ദുഃഖങ്ങളുടെ മഴയും ആവലാദികളുടെ കൊടുങ്കാറ്റും പാളിച്ചകളുടെ വെള്ളപ്പൊക്കവും തകർച്ചകളുടെ ഭൂമികുലുക്കങ്ങളും ഉണ്ടാകാം. നമ്മുടെ ജീവിതം അവിടെയൊക്കെ ഉറച്ചു നിൽക്കുന്നത് വചനത്തിൻ്റെ ഉറപ്പ് കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിന്മേൽ ജീവിതം പണിയുക എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നും വചനം അനുസരിക്കുക എന്നുമാണ്. ഈശോ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം കേൾക്കണം എന്നാണ്. നാം ദൈവവചനം വായിക്കുന്നവരാകാം, വായിക്കേണ്ടതുമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം വേദപുസ്തകത്തിലാണ് ഉള്ളത്. ഈ വചനം നമ്മൾ വായിക്കണം, വായിച്ചാൽ പോരാ, ഗ്രഹിക്കണം, നമ്മളത് ഇൻറ്റേർണലൈസ് ചെയ്യണം, നമ്മൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോ അധ്യായം വെച്ച് ദിവസവും നാം വചനം വായിക്കാറുണ്ട്. ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചു തീർത്തിട്ടേ ഉള്ളൂ എന്ന വാശിയോടെ വചനം വായിക്കുന്നവരുമുണ്ട്. വായിച്ച വചനം എൻ്റെ ഹൃദയത്തിൽ, നമ്മളുടെ ഹൃദയത്തിൽ ഒരു സ്വരമായി മാറണം. ബൈബിളിലുള്ളത് ജീവൻ്റെ വചനമാണ്, എഴുതപ്പെട്ട് അച്ചടിക്കപ്പെട്ട വചനം. ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ സ്വരമായി എൻ്റെ ഹൃദയത്തിൽ മാറുമ്പോഴാണ് വചനം കേൾക്കുവാൻ എനിക്ക് സാധിക്കുക, അത് പ്രാവർത്തികമാക്കാൻ ഉള്ള വഴി തുറക്കുക. അത് വലിയ ഒരു അനുഭവമാണ്. അത് ഫിലോസഫിയോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, അതൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസാണ്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വ്യത്യസ്തമായ അനുഭവങ്ങളായി മാറും. കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് എൻ്റെ അപ്പൻ്റെ വചനം ശ്രവിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യവചനമായ മിശിഹായെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ തിരുവചനം എന്നിൽ നിറവേറണമേ, ഫലമണിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ആമേൻ.